Welcome to Fly for Future Lawyers. ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോജിക്കൽ റീസണിംഗ് ആണ് ഇന്നത്തെ സെക്ഷൻ. എക്സാമിന് ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അതിൻ്റെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമായിട്ടാണ് ഈ വീഡിയോ. ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇൻ certain coding, Apple is coded as 0512161601. Then Mango is coded as. ആപ്പിളിൻ്റെ കോഡ് തന്നിട്ടുണ്ട്. അപ്പോൾ മാംഗോയുടെ കോഡ് കണ്ടുപിടിക്കാനാണ് ഈ ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കേണ്ടത് ലെറ്റേഴ്സിൻ്റെ ഓർഡറാണ്. A1 ആണെങ്കിൽ B എത്രാമത്തെയാണ് അത് നോക്കുക. ഈ ലെറ്റേഴ്സിൻ്റെ ഓർഡർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ആപ്പിളിൻ്റെ കോഡ് ക്വസ്റ്റ്യനിൽ 0512161601. അപ്പോൾ നോക്കിയാൽ മതി. A ആണല്ലോ ഫസ്റ്റ്, A01, P 16th ലെറ്ററാണ്, സോ 2P, L 12th ലെറ്ററും, E 05 5th ലെറ്ററും. ഇത് റിവേഴ്സ് ഓർഡറാണ് കൊടുത്തിരിക്കുന്നത്. ഡയറക്റ്റ് ഓർഡർ ആണെങ്കിൽ അത് നേരെ വന്നാണ് 01 16 16 12 05 വന്നാണ്. ഇത് റിവേഴ്സ് ഓർഡറാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് മാംഗോ കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതുപോലെ മാംഗോയുടെ കോഡ് കണ്ടുപിടിക്കാനാണ്. മാംഗോയുടെ കറക്റ്റ് ഓർഡർ കണ്ടുപിടിച്ചിട്ട് റിവേഴ്സ് ഓർഡറാണ് ഇതിൻ്റെ ആൻസർ വരിക. അപ്പം M 13th ലെറ്റർ, A ഫസ്റ്റ് ലെറ്റർ, N 14th ലെറ്റർ, G 7th ലെറ്റർ, O 15th ലെറ്റർ. റിവേഴ്സ് ഓർഡർ നോക്കിയാൽ മതി. 1507 1401 13 വരും. അപ്പം ചോദ്യത്തിൻ്റെ ഉത്തരം ആ ഒരു ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പം കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ഒരു സ്ട്രാറ്റജി എന്ന് വെച്ചാൽ എക്സാം ടൈമിൽ ഒരു റഫ് പേപ്പർ കിട്ടും. അപ്പം A to Z ലെറ്റേഴ്സ് വിത്ത് നമ്പർ, അതിൻ്റെ ഓർഡർ അനുസരിച്ച് നമ്പർ പെട്ടെന്ന് എഴുതി വെക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കി ചെയ്യാൻ സാധിക്കും. പിന്നെ റഫ് പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ എന്തെങ്കിലും പഠിച്ച ട്രിക്കൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെക്കാം. പിന്നെ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നെക്സ്റ്റ് ടേം ഇൻ ദ സീക്വൻസ് 4 9 25 49. ഓപ്ഷൻസ് 81, B 121, C 138, D 1024. അടുത്ത നമ്പർ ഏതാണ് വരുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 4ഉം 9ഉം 25 49 ഇതിൽ തന്നെയുണ്ട്. എല്ലാം സ്ക്വയർ റൂട്ട് നമ്പറാണ്. 2 സ്ക്വയർ ആണ് 4, 3 സ്ക്വയർ ആണ് 9, 5 സ്ക്വയർ 25, 7 സ്ക്വയർ 49. അപ്പം പ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ട് 2 3 5 7 അടുത്ത 11 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ 121. അപ്പോൾ ക്വസ്റ്റ്യനിൽ നെക്സ്റ്റ് വരുന്ന നമ്പർ 121 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നെക്സ്റ്റ് ടേം ഇൻ ദ സീക്വൻസ്. അടുത്തത് നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കാനാണ്. ഇത് ലെറ്റേഴ്സാണ്. B C E G K നെക്സ്റ്റ് ലെറ്ററാണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻസ് A L B M C N D O A. ഇവിടെ തന്നിരിക്കുന്നത് B C E G K. B C ഉണ്ട്, അപ്പോൾ A ഇല്ല, B ഉണ്ട്, C ഉണ്ട്. B സെക്കൻഡ് ലെറ്ററും C തേർഡ് ലെറ്ററുമാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് E ആണ്. ഇവിടെ ഡിയും ഇല്ല, അപ്പോൾ എയും ഇല്ല, ഡിയും ഇല്ല. അപ്പം B സെക്കൻഡ് ലെറ്റർ, C തേർഡ് ലെറ്റർ, പിന്നെ D ഇല്ല, E ആണ് വരുന്നത്. E 5th ലെറ്ററുമാണ്. അടുത്തത് G. ഇവിടെ F കളഞ്ഞിട്ട് G ആണ് തന്നിരിക്കുന്നത്. അത് 7th ലെറ്റർ. അപ്പോൾ തന്നെ മനസ്സിലാക്കിയത് പ്രൈം നമ്പറിൻ്റെ ഓർഡറാണ്. 2 3 5 7. K 11th ലെറ്ററാണ്. HIJ ഇല്ല, K ആണുള്ളത്, 11th ലെറ്ററാണ്. അപ്പോൾ പ്രൈം നമ്പറിൻ്റെ ഓർഡറാണ്. പ്രൈം നമ്പറിൻ്റെ ഓർഡർ ആകുമ്പോൾ നെക്സ്റ്റ് വരുന്നത് 11 കഴിഞ്ഞ് 13th നമ്പറാണ് വരിക. അപ്പോൾ ഇവിടുത്തെ 13th ലെറ്റർ M ആയിരിക്കും വരിക. ഇവിടുത്തെ ആൻസർ M തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, M ആണ് ആൻസർ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുമ്പോൾ കാര്യം മനസ്സിലാക്കിയ സംഭവം എളുപ്പമാണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസുമായിട്ട് ഇനിയും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.